പരിശുദ്ധമായ റമളാനിൽ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലിയാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഒന്നല്ല, രണ്ടല്ല, ഒരു ഹജ്ജല്ല, 2 ഹജ്ജല്ല. ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ, ഒന്ന് അത്താഴം കഴിച്ച പാടെ, രണ്ടവിടം നോമ്പ് തുറന്നിട്ട് ഇശാ നിസ്കാരത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന ദിക്ർ ഒരാളൊന്ന് 100 തവണ ചൊല്ലിയാൽ അല്ലാഹുവേ, അങ്ങനെ രാവിലെയും പകലുമാണ് ചൊല്ലുന്നതെങ്കിൽ 100 ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു തരും. അല്ലാഹു ഏതാണ് ദിക്റെന്നറിയുമോ? ആ ദിക്ർ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ദിക്റിന് ഇത്രയും മഹാത്മ്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഈ ദിക്റിന് ഇത്രയും മഹത്വമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സാധാരണ നമ്മൾ അതിപ്പോ സുബ്ഹാനല്ലാഹ് അല്ല, അത് അങ്ങനെ പൊക്കോട്ടെ എന്നാണ്. എന്നാൽ ഈ സുബ്ഹാനല്ലാഹ് റമളാനിലെ 100 തവണ രാവും പകലൊന്ന് ചൊല്ല്. 100 ഹജ്ജിന്റെ പ്രതിഫലം. 100 ഹജ്ജിന്റെ പ്രതിഫലം. എന്തിനാ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയണത്? നേടിയെടുക്കണം, ചൊല്ലാൻ മനസ്സ് കാണിക്കണം. ഉമ്മ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചൊല്ലിയാല് വളരെ പെട്ടെന്ന് അതങ്ങോട്ട് കഴിയില്ലേ? ഓരോ ദിവസവും നന്മകള് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. 100 ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. അതെന്തിനാ നമ്മൾ വേണ്ടെന്ന് വെക്കുക? എന്തിനാ അത് വേണ്ടാന്ന് നോക്ക? അതുകൊണ്ടാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോട് കൂടിയിട്ട് ചൊല്ലണമെന്ന് പറയുന്നത്. രണ്ടാമത്തതോ, ഇനി നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചുകൊള്ളണം. രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയുമോ? ഈ ദിക്ർ ചൊല്ലിയാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ആവുന്നതാണ്. നോമ്പ് തുറന്നതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്റുണ്ടല്ലോ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കടന്നു വരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അവിടെ നിന്ന് പാപങ്ങളില്ല, തെറ്റുകളില്ല, തിന്മകളില്ല. അങ്ങനെയാണ് കടന്നു വരുന്നത്. അതിനാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുന്ന കുട്ടിയെ ഓർമ്മിക്കുന്നത്. തെറ്റുകൾ ചെയ്യാത്തവനാണ്, പാപങ്ങൾ ചെയ്യാത്തവനാണ്. യാ അലീമോ യാ അലീം. പേനയും പേപ്പറുമുള്ളവർ എഴുതിയെടുക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. യാ അലീമു യാ അലീം അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക ഇഗ്ഫിർ ലിദ്ദംബ. അല്ലാഹുവിനോട് നല്ല മനസ്സോടുകൂടിയാണ് ചോദിക്കുന്നത്. അല്ലാഹുവിനോട് നല്ല നീയത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഇഗ്ഫിർലി അദ്ദംബ അൽ അളീമോ ഫഇന്നഹു ലാ യഗ്ഫിറു അദ്ദംബൽ അളീമു ഇല്ലൽ അളീം. യാ അളീമോ. എല്ലാരും ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് പേനയും പേപ്പറും എടുക്ക്. എല്ലാ ദിവസവും നോമ്പ് മുറിച്ചാൽ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മുഴുവനും പൊറുക്കുമെന്ന എപ്പോഴാണ് ചൊല്ലേണ്ടുന്നത്? നോമ്പ് വിടന്ന് തുറന്ന പാടയാണ്. എഴുതിയെടുത്താൽ കണ്ടു ചൊല്ലിയാലും അത് എഴുതിക്കോ. യാ അലീമോ യാ അലീം. 2 വട്ടം എല്ലാവരും എഴുതണം. ഇല്ലെങ്കിൽ മൊബൈൽ, വേറെ മൊബൈൽ ഉള്ളവർ ഞാൻ ഈ പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് എഴുതിയെടുക്കുക. യാ അലീമോ യാ അലീം അന്ത ഇലാഹി. ഞാൻ ഇങ്ങനെ പതുക്കെ പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക. ഒന്നും കൂടെ പറയാം. യാ അലീമു യാ അലീം അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക ഇഗ്ഫിർലി
അദ്ദംബ. നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അദ്ദംബ എന്ന് വായിക്കൂല, ഇഗ്ഫിർലി ദംബ എന്ന് വായിക്കും. ഒറ്റയായി വായിക്കുമ്പോൾ ഇഗ്ഫിർലി അദ്ദംബ, ആ ലീന്ന് നീട്ടണം. എന്റെ അർത്ഥം വരണമെങ്കിൽ ഇഗ്ഫിർലി അദ്ദംബ. കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇഗ്ഫിർലി ദംബ എന്ന് വായിക്കാം. ഇഗ്ഫിർലി ദംബൽ അലീമോ, ഇഗ്ഫിർലി ദംബൽ അലീമോ فإنه لا يغفر الذنب العليم إلا العليم. നോമ്പ് തുറന്ന പാട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അത് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹുവിലേക്ക് ചോദിക്കുകയാണ്, പടച്ചവനേ യാ അലീം യാ അലീം, അല്ലാഹുവേ അംദ ഇലാഹി, നീ എൻ്റെ പടച്ചവനാണ് റബ്ബേ, ലാ ഇലാഹ ഗൈറുക, നീയല്ലാത്തവരിലാഹില്ല, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ അദ്ദംബ, പാപങ്ങളെ മുഴുവനും, അൽ അലീമോ, ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് അല്ലാഹ്, ഏത് വലിയ തെറ്റാണെങ്കിലും, ഏത് വലിയ കുറ്റമാണെങ്കിലും, ഏത് വലിയ തിന്മയാണെങ്കിലും പടച്ചവനെ നീ അതിനെല്ലാം മാപ്പ് തരണേ അല്ലാഹ്. ഫഇന്നഹു, നിശ്ചയമായിട്ടും അല്ലാഹുവേ നീ ലാ യഗ്ഫിറു ദംബൽ അലീമോ, എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ കുറ്റമാണെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നമ്മൾ അവിടെ നിന്ന് നോമ്പ് തുറന്ന പാടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വർത്തമാനം പറയുന്നു, ആ വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തില് ഒരു പ്രാവശ്യം ഈ ദിക്ർ ഒന്ന് ചൊല്ലണം. അല്ലാഹുവിനോട് നല്ല നീയത്തോട് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലുകയാണോ അവൻ വിജയിച്ചുവെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ച അദ്കാറുകൾ മുഴുവനും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്, അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അല്ലാഹുവേ അറിവിന്റെ കലവറയാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ നിങ്ങൾ മറക്കല്ലേ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരമുള്ളൊരു സമയത്തെ പറ്റി പറഞ്ഞു. ആ സമയം എപ്പോഴാ? അത് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 5 മിനിറ്റ് സമയമാണ്. ദുആ ചെയ്തിട്ടുണ്ടാകും, അല്ലാഹുവിനോട് കരഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ചെയ്താൽ നിങ്ങളാണ് ഭാഗ്യമുള്ളവര്, നിങ്ങളാണ് സൗഭാഗ്യമുള്ളവര്. അതുപോലെ ഭാഗ്യമുള്ള ഒന്നും പിന്നെ നിങ്ങൾക്ക് ലഭിക്കാനേ ഇല്ല. റമളാനിൽ അല്ലാഹു നമുക്ക് തരുന്ന ആ ഒരു പുണ്യത്തെ കളയരുത്. രോഗമുള്ളവർ, സങ്കടമുള്ളവർ, വിഷമമുള്ളവർ, അങ്ങനെ പല പല രോഗത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പരിഹാരമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഈ ഉള്ളൊരു ദുആയും ഈ ഉള്ളൊരു സമയവും. അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് നന്മയിലൂടെ നമുക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്, അല്ലാഹുവേ എന്റെ മനസ്സ് വേദനയാണ്, എന്റെ മനസ്സ് ദുഃഖമാണ്. ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം നിങ്ങൾ അവിടെ നിന്ന് നല്ലതുപോലെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുആ ചെയ്താൽ അത് വലിയൊരു പുണ്യം തന്നെയാണ്, അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ കടന്നു വന്നുകൊണ്ട് ദുആ ചെയ്തോ, അള്ളാഹു അതിന്റെ പ്രതിഫലം തരും, അള്ളാഹു അതിന്റെ സന്തോഷം തരും, അള്ളാഹു അതിന്റെ ആനന്ദം തരും. അതുകൊണ്ടാണ് അവിടെ നിന്ന് ദുആ ചെയ്യണേ. നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് പറയും. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. അള്ളാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്റെ സഹോദരങ്ങളെ, ഈ റമളാൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത്, റമളാനിന്റെ പോരിശ നമ്മൾ കളയരുത്. അപ്പൊ അതുകൊണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി എല്ലാവരും ഒന്ന് ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും ചൊല്ല്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين حمدا طيبا جزيلا جميلا مباركا بدوام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا محمد അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഏതെല്ലാം ആഗ്രഹമാണ് മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറുന്നതിന് മുമ്പ് അല്ലാഹുവേ അടുക്കള പണിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മമാര് പെങ്ങന്മാര് ഈ മജ്ലിസിന്റെ 1 മണിക്കൂറിന്റെ ഇടയിലുള്ള സമയം അവര് കൊടുക്കുന്നവരാണ് അവരെ നീ തട്ടല്ല അല്ലാഹ് അവരെ നീ ഖായിബാക്കല്ല അല്ലാഹ് അവരെ സങ്കടത്തിലാക്കല്ല അല്ലാഹ് അവരെ ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലാഹ് ആവലാദിയും വേവലാദിയും കൊടുത്ത് കഷ്ടതയിലാക്കല്ല അല്ലാഹ് പടച്ചറബ്ബേ മാരകമായ രോഗങ്ങളിൽ കഴിയുന്നവരുണ്ട് അവരുടെ എല്ലാ സങ്കടങ്ങളും മാറ്റണേ അല്ലാഹ് ഈ റമളാനിന്റെ പോരിശ കൊണ്ട് റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് റമളാനിന്റെ സന്തോഷം കൊണ്ട് എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാഹ് നീ ശിഫ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ മാരകമായ രോഗത്തിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ഈ പോരിശയേറിയ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാനിലാണുള്ളത് എൻ്റെ പൊന്നുമ്മമാരെ പൊന്നുപ്പമാരെ ചെറുപ്പക്കാരെ ഒരാളെയും നീ രോഗികളാക്കി കിടത്തല്ല അല്ലാഹ് വിഷമമുള്ളവരാക്കി കിടത്തല്ല അല്ലാഹ് സങ്കടമുള്ളവരാക്കി കിടത്തല്ല അല്ലാഹ് റമളാൻ നല്ലതുപോലെ നോമ്പ് നോറ്റ് നല്ലതുപോലെ കടന്നു വരാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്
ആരൊക്കെ എന്തെല്ലാം നീയത്തുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ മനസ്സിന്റെ നീയത്തുകള് നീ സഫലമാക്കണേ അല്ലാ. പഠിച്ചവനെ ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അപലാദികളും വേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വഴികളിൽ ഉല്ലസിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യമുള്ള മക്കളെ കൊടുക്കല്ല അല്ലാ. പടച്ചവനെ തന്റെ ഭർത്താവിന് വല്ലാത്ത രോഗമാണ്, ഇറങ്ങി ഓടുന്ന സ്വഭാവം കണക്കുള്ള രോഗമുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. പടച്ച റബ്ബേ എന്താണെങ്കിലും നീ മാറ്റണേ അല്ലാ. എന്ത് സങ്കടമാണെങ്കിലും നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ പലരും വിട പറഞ്ഞ ഖബറിലുണ്ട് പടച്ചവനെ. അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ ആരൊക്കെയാണ് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് റബ്ബേ, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നീയും കാണുന്നുണ്ടല്ലോ പടച്ചവനെ. അല്ലാ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ الله. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.